ബഹുമാന്യരെ, കേരളീയ സമൂഹത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി പരിവർത്തനം ചെയ്തെടുക്കുക എന്നുള്ളത് ഈ സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർവകലാശാലകളും ഉൽപ്പാദിപ്പിക്കുന്ന അറിവുകൾ സമൂഹത്തിൻ്റെ ഗുണാത്മകമായ പരിവർത്തനത്തിനും ജനജീവിത നിലവാര വർധനവിനും സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയുടെ വിപുലീകരണത്തിനും ഉപയോഗിക്കുക എന്നുള്ളതാണ് നവവൈജ്ഞാനിക സമൂഹം എന്ന ആശയം സാക്ഷാത്കരിച്ചുകൊണ്ട് ഒരു വിജ്ഞാന സമ്പദ്ഘടന കെട്ടിപ്പടുക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ പ്രതിഫലിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അഭൂതപൂർവമായ കുതിച്ചുചാട്ടത്തിന് ലോകം സാക്ഷ്യം വഹിക്കുന്ന ഈ സന്ദർഭത്തിൽ ആ വിപ്ലവാത്മകമായ മാറ്റങ്ങളുടെ അനുരണനങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മർമ്മപ്രധാന മേഖലകളിലും നമുക്ക് അനുഭവവേദ്യമാകുന്നതാണ്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ അതത് സന്ദർഭങ്ങളിൽ തന്നെ ഉൾക്കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഒരു ജനത എന്ന നിലയിൽ നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു സംവേദനക്ഷമത കുറഞ്ഞുപോയാൽ തീർച്ചയായും നമ്മൾ ബഹുദൂരം പുറകിലേക്ക് തള്ളപ്പെടുകയും ചെയ്യും. അത്ര വേഗതയിലാണ്, ദ്രുതഗതിയിലാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളർച്ചയുണ്ടാകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള മേഖലകളിൽ അനുദിനം ഉണ്ടായിവരുന്ന കണ്ടുപിടുത്തങ്ങളും നിരീക്ഷണങ്ങളും സാധ്യതകളുടെ ഉപയോഗവുമെല്ലാം വലിയ അട്ടിമറികളാണ് മനുഷ്യജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഏത് സർഗാത്മക പ്രവർത്തനങ്ങളും മനുഷ്യ മസ്തിഷ്കത്തേക്കാൾ മികവാർന്ന രീതിയിൽ നിറവേറ്റാവുന്ന വിധത്തിൽ മനുഷ്യനിർമ്മിത മസ്തിഷ്കം പ്രവർത്തിക്കുന്നത് അത്ഭുതത്തോടു കൂടി തന്നെയാണ് മനുഷ്യരാശിയാകെ വീക്ഷിക്കുന്നത്. ഇത്തരം മാറ്റങ്ങൾ എന്തെല്ലാം വ്യത്യസ്തതകളാണ് മനുഷ്യരുടെ ജീവിതത്തിന് നൽകുക എന്നുള്ളതിനെക്കുറിച്ച് ആത്യന്തികമായി അവസാന വാക്കായി ഒന്നും പറയാൻ ഇപ്പോഴും നമുക്ക് സാധ്യമല്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ അത്തരം അറിവുകളെയാകെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഏതേതെല്ലാം വിധത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, ഉന്നത വിദ്യാ കേന്ദ്രങ്ങളെ, പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എക്വിപ്ഡ് ആക്കാം എന്നുള്ള പരിശോധനയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സർവകലാശാലകളും ചേർന്ന് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. KTU കേരളത്തിലെ സർവകലാശാലകളിൽ വ്യതിരിക്തമായ അസ്തിത്വത്തോടു കൂടി നിൽക്കുന്ന ഒരു സർവകലാശാലയാണ്. സാങ്കേതിക വിദ്യാരംഗത്ത് അനുനിമിഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായി അവബോധമുണ്ടാക്കിക്കൊണ്ട് പുത്തൻ വൈജ്ഞാനിക ശാഖകളിലേക്കുള്ള പ്രവേശനവും ആ വഴിത്താരകളിലൂടെയുള്ള മുന്നോട്ടുള്ള പ്രയാണവും വളരെ കൃത്യതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമം നടത്തുകയാണ് സർവകലാശാല. ഇതിൻ്റെ ഭാഗമായിട്ട് 3 മികവിൻ്റെ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തെ 3 എഞ്ചിനീയറിംഗ് കലാലയങ്ങളിലായി ഇതിനകം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. സസ്റ്റൈനബിലിറ്റി എഞ്ചിനീയറിംഗ് കാർബൺ ന്യൂട്രാലിറ്റി മികവ് കേന്ദ്രം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരിലാണ് സ്ഥാപിതമായിരിക്കുന്നത്. എമർജിംഗ് മെറ്റീരിയൽസ് ഇൻഫ്രാസ്ട്രക്ചർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം എന്ന സ്ഥാപനത്തിലാണ് ആരംഭിച്ചിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്, ഓട്ടോമേഷൻ ഇവയുമായി ബന്ധപ്പെട്ട മികവിൻ്റെ കേന്ദ്രം എറണാകുളം മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ് സ്ഥാപിതമാകുന്നത്.
ഈ 3 മികവിൻ്റെ കേന്ദ്രങ്ങളും ആഴത്തിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ എഞ്ചിനീയറിംഗ് മേഖലയിൽ കാഴ്ചവെക്കണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പുതിയ അറിവുകളുടെ ഉൽപ്പാദനത്തിനും ആ അറിവുകൾ ഉൽപ്പന്നങ്ങളുടെയും പ്രക്രിയകളുടെയും സേവനങ്ങളുടെയും രൂപത്തിൽ വികസിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജനജീവിതത്തിന് ഗുണാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാനുമൊക്കെ ഈ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് പ്രവർത്തിക്കണമെന്നാണ് സർക്കാരും സർവകലാശാലയും അഭിലഷിക്കുന്നത്. അതിനാവശ്യമായ പിന്തുണയാണ് സർക്കാരും സർവകലാശാലയും ഈ മികവിൻ്റെ കേന്ദ്രങ്ങൾക്ക് നൽകാനായി ഉദ്ദേശിക്കുന്നത്. 30 കോടി രൂപയാണ് സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസിൻ്റെ പ്രവർത്തനത്തിനു വേണ്ടി നീക്കിവയ്ക്കപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യാ മേഖലയിൽ ഇന്നത്തെ കാലത്ത് മനുഷ്യരാശി അഭിസംബോധന ചെയ്യുന്ന ഏറ്റവും പ്രസക്തമായ സമസ്യകൾ ഏറ്റെടുത്തുകൊണ്ട് അവ ആത്മവിശ്വാസത്തോടെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് ഈ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് പ്രവർത്തിക്കുന്നത്. കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ സ്ഥാപിതമാകുന്ന സസ്റ്റൈനബിലിറ്റി എഞ്ചിനീയറിംഗ് ആൻഡ് കാർബൺ ന്യൂട്രാലിറ്റി എന്ന കേന്ദ്രം തീർച്ചയായും ഒരു സുസ്ഥിര വികസന പദ്ധതിക്ക് അടിത്തറ പാകാൻ സഹായകരമായ വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നായിരിക്കും. ആഡംബര കാപട്യങ്ങളിൽ അഭിരമിക്കുന്ന മനുഷ്യർ അതിൻ്റെ ഭാഗമായി ആഡംബര കാറുകളിൽ നിന്നും എയർ കണ്ടീഷണറുകളിൽ നിന്നുമെല്ലാം വികിരണം ചെയ്യുന്ന കാർബൺ തരംഗങ്ങൾ ഭൂമിയെ രക്ഷിക്കുന്ന കവചമായ ഓസോൺ പാളിയിൽ വിള്ളൽ വീഴ്ത്തുന്ന കാരണം കൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം എന്ന പ്രശ്നം വലിയ രീതിയിൽ ഉയർന്നു വരുമ്പോൾ കാർബൺ ന്യൂട്രാലിറ്റി എന്ന വിഷയം കേന്ദ്രീകരിച്ചുകൊണ്ട് ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന മികവ് കേന്ദ്രം തീർച്ചയായും കേരളത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള കണ്ടെത്തലുകൾ കാഴ്ചവെക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എമർജിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സംബന്ധിച്ചുള്ള സെൻറ്റർ ഓഫ് എക്സലൻസ് ആണ് വികസിപ്പിക്കുന്നത്. എറണാകുളം മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും റോബോട്ടിക്സും ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ, അതുപോലെ ഏറ്റവും നൂതനമായ അറിവുകളുടെ പ്രൊഡക്ഷൻ, ഇതെല്ലാം സാധ്യമാകുന്ന വിധത്തിലുള്ള ഗവേഷണമാണ് ഏറ്റെടുക്കുന്നത്. ഇത്തരത്തിൽ മികവ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമ്പോൾ ട്രാൻസ്ലേഷണൽ റിസർച്ചിൻ്റെ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നോളജ് ട്രാൻസ്ലേഷൻ അഥവാ അറിവിൻ്റെ പ്രയോഗ രൂപത്തിലേക്കുള്ള പരാവർത്തനം എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നാം ഏറ്റെടുക്കുന്നതായ ഒരു ഉത്തരവാദിത്തം. നോളജ് ട്രാൻസ്ലേഷൻ്റെ ഭാഗമായി എല്ലാ സർവകലാശാലകളിലും ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്റേഴ്സ് സ്ഥാപിക്കുന്നതിനാണ് സർക്കാർ ഉദ്യമിക്കുന്നത്. ഇപ്പോൾ തന്നെ നോളജ് ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട് നിരവധി വർക്ക്ഷോപ്പുകൾ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിക്കഴിഞ്ഞു. മനുഷ്യജീവിതത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും സേവനങ്ങളും ഗവേഷണ പ്രവർത്തനങ്ങളിലൂടെ വികസിപ്പിക്കുകയും പേറ്റൻറ്റുകൾ ആർജിക്കുകയും ഉൽപ്പന്നങ്ങളെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുക, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ സംരംഭകത്വ താൽപ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ പുതിയ വൈജ്ഞാനിക മേഖലകളിലെ സംരംഭകത്വ സാധ്യതകൾ പരമാവധി സംസ്ഥാനത്തിനകത്ത് തന്നെ പ്രയോജനപ്പെടുത്തുക, അതിന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സഹകരണങ്ങൾ ഉപയോഗിക്കുക, ഇതെല്ലാം ഈ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസുമായി ബന്ധപ്പെട്ട് വിഭാവനം ചെയ്തിട്ടുള്ള പ്രവർത്തന പരിപാടികളാണ്. തീർച്ചയായും അതൊക്കെ ഇന്നത്തെ കാലത്ത് വലിയ സാധ്യതകളുള്ള പ്രവർത്തനമാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. ഇൻഡസ്ട്രി അക്കാഡമിയ ഇൻ്റർഫേസ് ശക്തിപ്പെടുത്തിക്കൊണ്ട്
കൂടുതൽ തൊഴിൽ ഉൽപ്പാദനപരമായിട്ടുള്ള സംരംഭങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുമെന്ന് മാത്രമല്ല, ഈ സംരംഭങ്ങളിലൂടെ കേരളീയ സമൂഹം അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്കും പ്രഹേളികൾക്കും മറുപടി കൊടുക്കാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. മാലിന്യ സംസ്കരണം പോലെ കീറാമുട്ടിയായി നിൽക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ ഇതിനകം മറുപടി നൽകിക്കഴിഞ്ഞു. ഒരുപാട് പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട് കഴിഞ്ഞു. 1000 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 1000 പ്രൊജക്റ്റുകളാണ് ഇക്കഴിഞ്ഞ വർഷം KTU ഏറ്റെടുത്തിട്ടുള്ളത്. വളരെയധികം ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമായിരുന്നു അത്. ഇപ്പോൾ ഈ 3 എഞ്ചിനീയറിംഗ് കോളേജിൽ സ്ഥാപിതമായിരിക്കുന്ന സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസുകൾ തീർച്ചയായും നമ്മുടെ കേരളീയരുടെ ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന വിധത്തിൽ കൃഷി, വ്യവസായം, ആരോഗ്യം, മാലിന്യ സംസ്കരണം, വൈദ്യുതി തുടങ്ങിയ നിരവധിയായിട്ടുള്ള മേഖലകളിൽ നമുക്ക് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പുതിയ അറിവുകളും പുതിയ ഉൽപ്പന്നങ്ങളുമൊക്കെ സൃഷ്ടിക്കാൻ പര്യാപ്തമായ വിധത്തിൽ പ്രവർത്തിച്ചു മുന്നേറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധർ, അക്കാഡമീഷ്യൻസ്, ഇൻ്റലക്ച്വൽസ് ഇവരൊക്കെ ആയിട്ട് നേരിട്ടുള്ള സംവാദം സാധ്യമാക്കാൻ കഴിയുന്ന വേദികൾ ഈ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസുമായി ബന്ധപ്പെട്ട് നാം കൂടുതലായിട്ട് ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ അന്തർദേശീയ പ്രശസ്തിയുള്ള റിസോഴ്സ് പേഴ്സൺസിൽ നിന്നുള്ള അറിവുകളുടെ ഒരു പങ്കുവയ്ക്കൽ തീർച്ചയായും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, അധ്യാപകർക്കും ഗവേഷകർക്കുമെല്ലാം ഇത് പുതിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ ഊർജം പകരുകയും ദിശാബോധം നൽകുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അക്കാഡമീഷ്യൻസായിട്ട് മാത്രമല്ല, ഇൻഡസ്ട്രിയിലെ എക്സ്പേർട്ടുകളുമായിട്ടും വിദ്യാർത്ഥികൾക്ക് ആശയവിനിമയം സാധ്യമാക്കേണ്ടതുണ്ട്. അനുഭവ സമ്പത്ത് കൊണ്ട് സസൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും കൃത്യതയോടെ അറിവുകൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്ന ഇൻഡസ്ട്രിയിലെ എക്സ്പേർട്സുമായിട്ടുള്ള ആശയവിനിമയം തീർച്ചയായും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവിയെ സംബന്ധിച്ച് വളരെ മൂർത്തമായ ആശയങ്ങൾ തന്നെ രൂപപ്പെടുത്താൻ സഹായകരമായിരിക്കും. കൂടുതൽ മാന്യമായതും അന്തസ്സുറ്റതും പ്രൊഡക്റ്റീവുമായിട്ടുള്ള തൊഴിലവസരങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ നടന്നു കയറാനും അവർക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ സാങ്കേതിക വിദ്യാലയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നൂതനവും പ്രയോഗക്ഷമവുമായിട്ടുള്ള അറിവുകൾ നവകേരള സൃഷ്ടിക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള ചവിട്ടുപടികളായി തീരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് ആരംഭിക്കുന്ന ഈ സംവാദ പരമ്പര ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് ഞാൻ അറിയിക്കുകയാണ്. KTU അതിൻ്റെ 3 മികവിൻ്റെ കേന്ദ്രങ്ങളിലും ദേശീയവും അന്തർദേശീയവുമായ പ്രശസ്തിയുള്ള റിസോഴ്സ് പേഴ്സൺസിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ 3 കേന്ദ്രങ്ങളെയും ആസ്പദമാക്കി നടത്തുന്ന സ്ട്രാറ്റജിക് പ്ലാൻ പ്രിപ്പറേഷൻ ഫോർ റിസർച്ച് ആക്ടിവിറ്റീസ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. എമർജിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെൻറ്റർ ഓഫ് എക്സലൻസ് അറ്റ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കോട്ടയം. ഈ സന്ദർഭത്തിൽ ഈ മികവ് കേന്ദ്രത്തിൻ്റെ സ്ട്രാറ്റജിക് പ്ലാൻ പ്രിപ്പറേഷൻ ഫോർ റിസർച്ച് ആക്ടിവിറ്റീസ് സംബന്ധിച്ച വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ.